നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും നാവികശേഷിയും ലക്ഷ്യമിട്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. യുദ്ധം പടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ 15 രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര നിർദ്ദേശം നൽകി. അമേരിക്കൻ നീക്കത്തിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം ആരംഭിച്ചതായാണ് വിവരം. 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ അനുകൂല ഇന്ധന ടാങ്കർ ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ലോകത്തെ പ്രധാന ചരക്ക് നീക്ക പാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും പ്രഖ്യാപിച്ചു. ഈ വഴി കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിലെ റിയാദിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടന്നതായും സൂചനയുണ്ട്. എംബസി പരിസരത്തു നിന്നും വലിയ തോതിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സൗദിയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തൻവൂറ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അടച്ചുപൂട്ടി. ഖത്തറിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച 2 ഇറാനിയൻ Su-24 ബോംബർ വിമാനങ്ങളെ ഖത്തർ വെടിവെച്ചിട്ടു. മിസൈൽ ഭീഷണിയെ തുടർന്ന് ദുബായിലും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ജനലുകൾക്കും വാതിലുകൾക്കും അരികിൽ നിന്നും മാറി സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കാനാണ് നിർദ്ദേശം. നമ്മൾ ഇതുവരെ അവരെ, അതായത് ഇറാനെ കഠിനമായി ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല. വലിയ തരംഗം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CNN-നോട് പ്രതികരിച്ചത്. ഇറാന്റെ മിസൈൽ ഉൽപാദനം, ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ലക്ഷ്യം ഇപ്പോഴും അവ്യക്തമാണെന്ന് സെനറ്റ് മാർക്ക് വാർണർ വിമർശിച്ചു. ഭരണകൂടം ഓരോ ദിവസവും ഓരോ ലക്ഷ്യങ്ങളാണ് പറയുന്നതെന്നും ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാനെതിരെ ഇസ്രയേലുമായി ചേർന്ന് നടത്തുന്ന സൈനിക നീക്കത്തെ ന്യായീകരിച്ച ട്രംപ് ഏതറ്റം വരെയും പോകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ഭീഷണി ഇല്ലാതാക്കാനുള്ള അവസാന അവസരമാണിതെന്നും യുദ്ധം അടുത്തൊന്നും അവസാനിപ്പിക്കില്ലെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സൈനിക നീക്കം 4 മുതൽ 5 ആഴ്ച വരെ നീണ്ടു നിന്നേക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. വൈറ്റ് ഹൌസിലെ ഈസ്റ്റ് റൂമിൽ മാധ്യമങ്ങളെ കണ്ട ട്രംപ് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ അക്കമിട്ട് നിരത്തി. ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സ്പോൺസർക്ക് ആണവായുധം ലഭിക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ നാവികപ്പടയെ തകർക്കുന്ന നടപടികൾ ആരംഭിച്ചതായും ഇതിനോടകം തന്നെ 10 ഇറാനിയൻ കപ്പലുകൾ അമേരിക്കൻ സേന മുക്കിക്കളഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. ആ കപ്പലുകൾ ഇപ്പോൾ കടലിന്റെ അടിത്തട്ടിലാണ്. അമേരിക്കയ്ക്ക് എത്ര കാലം വേണമെങ്കിലും യുദ്ധം തുടരാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ആണവായുധ നിർമ്മാണത്തിൽ നിന്നും പിന്മാറണമെന്ന് ഇറാനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് അവർ മുന്നോട്ട് പോയതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇറാന്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ആണവശേഖരവും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്നും അതുകൊണ്ടാണ് ആക്രമിക്കാൻ നിർബന്ധിതരായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലോകത്തിന്റെ മുഴുവൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടമാണെന്നും ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാൻ ലഭിച്ച അവസാന അവസരമാണിതെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കാണുന്നത്.